رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. മഹത്തായ ദേവസമ്മേളനത്തിന്റെ വേദി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ, വേദിയിലും സദസ്സിലുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഈ മഹാസമ്മേളനത്തിൽ പങ്കാളികളാകുന്ന സത്യാന്വേഷികളെ, കോഴിക്കോട് കടപ്പുറത്ത് ഞായറാഴ്ച ദിവസം വന്ന് മാനസികമായ ഉല്ലാസത്തിനു വേണ്ടി ഈ സാഗരത്തിന്റെ ഓരത്ത് നിൽക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, മതം സുരക്ഷയാകുന്നു എന്ന മഹത്തായ ഒരു പ്രമേയം കേരളക്കരയുടെ ചുമരുകളിൽ പോസ്റ്ററുകളായി, നോട്ടീസുകളായി, അതോടൊപ്പം അതിന്റെ പ്രബോധന സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം സീഡികളായി, പ്രസംഗങ്ങളായി പല രൂപത്തിലും കേരളത്തിലെ മലയാളികളുടെ കൈകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മതം സുരക്ഷയാകുന്നു എന്ന മഹത്തായ ഈ ഒരു ക്യാമ്പയിനും ഇത്തരത്തിലുള്ള ഒരു പ്രമേയവും തിരഞ്ഞെടുത്തത് ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യരുടെ അബദ്ധസഞ്ചാരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പ്രവാചകന്മാർ ലോകത്ത് വരുന്നതും പ്രവാചകന്മാരിൽ നിന്ന് ആദർശം അനന്തരമെടുക്കുന്ന പണ്ഡിതന്മാർ ലോകത്ത് പ്രവർത്തിക്കുന്നതും മാനവ സമൂഹത്തിന്റെ ധാർമ്മികമായ ഉന്നമനത്തിനു വേണ്ടിയാണ്. ഈ മഹാസദസ്സിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ വിനീതമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് വിലപ്പെട്ട പ്രഭാഷണങ്ങളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നതും. സശ്രദ്ധം കേൾക്കുകയും നാടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കുവാനും അവർക്ക് കൈമാറുവാനും ഒരു പിടി ആദർശവുമായി വേണം നമുക്കിവിടെ നിന്ന് കടന്നു പോകാൻ. ഭൗതികമായി ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഈ ആധുനിക കാലഘട്ടത്തിന്റെ ഹൈപ്പർ മാർക്കറ്റുകളിൽ നാം ശേഖരിക്കുന്ന വിഭവങ്ങളുമായല്ല കോഴിക്കോട് കടപ്പുറത്തു നിന്നും നിങ്ങൾ മടങ്ങിപ്പോകുന്നത്. മറിച്ച് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് മഹത്തായ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ്. ആരാണ് വടച്ചുടമ്പുരാനെന്നും ആരാണ് പ്രവാചകനെന്നും എന്താണ് മതങ്ങളെന്നും ആ മതങ്ങളിൽ നിന്ന് ദൈവിക മതമായ ഇസ്ലാമിന്റെ ദാർശനികമായ വ്യതിരിക്ത എന്താണെന്നും കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള മഹാദൗത്യങ്ങൾ എന്താണെന്നും ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുഴമ്പുകളെ പോലെ കടന്നു വരുമ്പോൾ ക്ഷമയുടേതായ സഹനത്തിന്റേതായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് എന്ന് 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫിലെ അവസാനത്തെ ആയത്തിന്റെ തൊട്ട് മുമ്പിൽ അല്ലാഹു പറഞ്ഞ പോലെ ക്ഷമിച്ചത് കാരണത്താൽ പ്രവാചകന്മാരെ നാം തിരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. ക്ഷമയാണ് ഇസ്ലാമിക ദൈവത്തിന് അനിവാര്യമായുള്ള കാര്യം. നിങ്ങൾക്കറിയാം, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും ഈമാനിൽ മുൽമകളില്ലാതെ കാത്തു സൂക്ഷിക്കുകയും അമല സ്വാലിഹാത്തുകൾ ചെയ്യുകയും ലോകത്ത് നിലനിൽപ്പിന്റെയും പ്രശംസയുടെയും മാനദണ്ഡമായി മനുഷ്യന് നിലനിൽക്കാൻ അർഹതയുള്ള കാര്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അമല സ്വാലിഹാത്ത് അഥവാ നല്ല പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ച വളരെ പ്രധാനമായ കാര്യം. നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും. ലിയബ്ലുവക്കും മയ്യക്കും അഹ്സനു അമല, 60-ാം അധ്യായം 2-ാമത്തെ വാചകമാണ്. നിങ്ങളിൽ ആരാണ് സുകൃതങ്ങൾ
ജീവിതങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ് മനുഷ്യന് ജീവിതം നൽകിയത്. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും സുരക്ഷിതത്വം നൽകുന്ന ഒരാദർശം അതാകട്ടെ സൂര്യൻ നമുക്കെത്ര ഉപകാരമാണോ, ചന്ദ്രൻ നമുക്കെത്ര ഉപകാരമാണോ, ഈ പ്രപഞ്ചം നമുക്കെത്ര ഉപകാരമാണോ, പ്രാണവായു നമുക്കെത്ര ഉപകാരമാണോ, ഇവിടുത്തെ മണൽത്തരികൾ എത്ര ഉപകാരമാണോ, ഇവിടെയുള്ള അചേതനങ്ങളും സചേതനങ്ങളുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, സൂറത്ത് ബഖറ 29-ാമത്തെ വചനമാണ്. ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു സംവിധാനിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യരെ നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഈ സൗകര്യങ്ങളും ആർഭാടങ്ങളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് അയ്യുഹും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. 18-ാം അധ്യായം 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ച കാര്യം ഇതാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ രക്ഷയാകുന്ന യഥാർത്ഥ രക്ഷയെന്നും അതാണ് സുരക്ഷിതമായ സ്വർഗപ്രവേശനമെന്നും അവിടെ രക്ഷപ്പെടലാണ് ജീവിതത്തിന്റെ മൗലികതയെന്നും മാനവ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നത്. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ, ദുനിയാവിലെ ആർഭാട ജീവിതങ്ങൾ അവരുടെ മുമ്പിൽ നടത്തിക്കൊണ്ടല്ല പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു വന്നതും പ്രബോധനം നടത്തിയതും എന്ന വസ്തുത മനസ്സിലാക്കിയവരാണ് പൂർവികരായ നവോത്ഥാന നായകന്മാർ. അതുകൊണ്ട് തന്നെ മതം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ സൗഭാഗ്യങ്ങളെല്ലാം നൽകിയ പടച്ചതമ്പുരാൻ അവന്റെ ജീവിതത്തിന്റെ രക്ഷയുടെയും അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെയും അവന്റെ ജീവിതത്തിന്റെ നന്മകളുടെയും ഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 38-ൽ പറയുന്നത്, തീർച്ചയായും മനുഷ്യരെ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗലോകത്തു നിന്നും ഭൂമിലോകത്തേക്ക് അയക്കുമ്പോൾ അല്ല പറഞ്ഞ വാക്ക്, തീർച്ചയായും നിങ്ങൾക്ക് മിന്നീ ഹുദൻ കൃത്യമായ മാർഗദർശനം പ്രവാചകന്മാരെ അയച്ചു, വേദഗ്രന്ഥങ്ങൾ അയച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നു, കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മാഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് വമഖ്തലഫു ഫീഹി. മനുഷ്യർ ഭിന്നിച്ച കാര്യത്തിൽ മനുഷ്യരെന്ന ഖുർആനിന്റെ പ്രയോഗം മാനവരാശി ഒരൊറ്റ സമുദായമായിരുന്നു, ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു. അവർ വ്യത്യസ്തരായ ചിന്തകളും ആദർശങ്ങളും ഉണ്ടായത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് സൃഷ്ടികളെ ആരാധിക്കുകയും സൃഷ്ടാവിനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിപഠനത്തിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്തുന്നതിന് പകരം സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങി. സൂര്യനെ ആരാധിച്ചു, ചന്ദ്രനെ ആരാധിച്ചു, നക്ഷത്രങ്ങളെ ആരാധിച്ചു. താരാപഥങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ നന്മ തിന്മകൾ നിർവചിക്കുന്നു എന്ന് കേരളത്തിന്റെ മലയാളികൾ പാടിപ്പതിഞ്ഞ 2 വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും എന്നത് കേരളത്തിലെ ഒരു സിനിമയുടെ ഗാനശകലങ്ങളാണ്. അതിന്റെ പൊരുളും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ നിരർത്ഥകതയും വളരെ ഗൗരവമായി പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ അത്ഭുതങ്ങളിൽ നിന്ന് സൃഷ്ടാവിനെ കണ്ടെത്തി അവനെ ആരാധിച്ച് അവന്റെ ഇഷ്ടങ്ങളും അവന്റെ താല്പര്യങ്ങളും പഠിപ്പിക്കപ്പെട്ട പ്രവാചക വചനങ്ങളിലൂടെ സ്വീകരിച്ച് മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് വിശ്വാസികളോട്, മാനവരാശിയോട് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള കാതലായ വശം. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 17,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആർട്ടിക് ടേൺ, അതിന്റെ ജനിതക കോടുകളിൽ അതിനാവശ്യമായ മെസ്സേജ് സന്നിവേശിപ്പിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ. ഈ മത്സ്യങ്ങൾ സർഗാസോ തടാകത്തിൽ വന്ന് മുട്ടയിട്ട് അവിടെ മരിച്ചുപോയി അതിന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 8-9 മാസം തികയുമ്പോൾ അമ്മ പുറപ്പെട്ട ദിക്കിലേക്ക് വഴി കാണിക്കാൻ ആളില്ലാതെ, മീഡിയേറ്റർമാരില്ലാതെ, സഹായിക്കാൻ ആളുകളില്ലാതെ, പ്രത്യേകമായ ദിക്കറിയാൻ അവർക്കാവശ്യമായ മേപ്പുകളില്ലാതെ അവ തിരിച്ചു മാതാവ് പുറപ്പെട്ടെടുത്തെത്തുന്നത് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും
അതിനാവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്ത പടച്ച തമ്പുരാൻ 20-ാം അധ്യായം 50-ാമത്തെ വചനമാണ്. റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ നടന്ന ആദർശ സംവാദത്തിലാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഇത് പറഞ്ഞത്. ലോകത്തിലെ ഏതേത് ജീവവർഗങ്ങളിലെയും വൈജാത്യങ്ങളെ, വൈവിധ്യതകളെ, അതിലെ പാരസ്പര്യങ്ങളെ, ഓരോ ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്ന ജീവവർഗങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ അനുയോജ്യമായ അനുകൂലനങ്ങളെ എല്ലാം വിലയിരുത്തി പറയണം. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാവ് പകലുകളുടെ വ്യതിയാനങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായ പഠനത്തിന് വരേണ്ടതാണിത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ബാലന് ചിന്തിക്കാം, ജോർജിന് ചിന്തിക്കാം, സുരേന്ദ്രന് ചിന്തിക്കാം, പ്രധാനമന്ത്രിക്ക് ചിന്തിക്കാം, ശാസ്ത്രകാരന് ചിന്തിക്കാം, കോടീശ്വരന്മാർക്ക് ചിന്തിക്കാം, ലോകത്തിലെ ഗായകന്മാർക്ക് ചിന്തിക്കാം, സിനിമാ നടീനടന്മാർക്ക് ചിന്തിക്കാം. നിങ്ങളുടെ ഹൃദയത്തെ സംവിധാനിച്ച പടച്ചവനാര്? നിങ്ങളുടെ ഇരുകരങ്ങളിലെ 6 പൾസുകളെ വ്യത്യസ്ത ശരീരത്തിന്റെ ഘടകങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച സിട്ടാവാര്? ഇവിടെ ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, മനുഷ്യവാസം ഭൂമുഖത്ത് ആവിർഭവിക്കപ്പെടുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ, ലോകമുണ്ടെങ്കിൽ, സൂര്യനുണ്ടെങ്കിൽ, ചന്ദ്രനുണ്ടെങ്കിൽ, ഗാലക്സികളുണ്ടെങ്കിൽ, കാനനങ്ങളുണ്ടെങ്കിൽ, കാട്ടാറുകളുണ്ടെങ്കിൽ, സാഗരങ്ങളുണ്ടെങ്കിൽ, സാഗരങ്ങളിൽ ആർത്തരമ്പുന്ന തിരമാലകളുണ്ടെങ്കിൽ, അതിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ടെങ്കിൽ, ആകാശത്തിന്റെ അനന്തതയിൽ മകരിവിന് മുമ്പ് കഴുകന്മാർ ഒരു പ്രത്യേക രൂപത്തിൽ വട്ടമിട്ട് അവരുടെ ചിറകുകൾ ചലിപ്പിക്കാതെ പറക്കുന്നുവെങ്കിൽ, അതിന്റെ പൊള്ളയായ എല്ലുകൾ അതിനനുയോജ്യമായി സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ നേർമറിച്ച് കാടപ്പട്ടിക്ക് വീതിയുള്ള ചിറകും അതിന് പറക്കാൻ അനുയോജ്യമായത് കൊടുത്തതിന്റെ പിന്നിൽ യാദർശികത എന്ന് പറയുന്ന പ്രിയപ്പെട്ട നിരീശ്വരവാദികളെ, നിങ്ങൾ അറിയുക, ഇതിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ടെന്ന്. ഒരു മുട്ടുസൂചി താനെ ഉണ്ടാവില്ലെന്ന് വാദിക്കുന്നവരോട് 5 ഘടകങ്ങൾ കൂടി ചേർന്നാലാണ് ഒരു മുട്ടുസൂചി ഉണ്ടാകുക എന്ന് പറയുന്നവരോട് ആകാശം എങ്ങനെ ഉണ്ടായി? സൂര്യന്റെ കണിശതയെന്ത്? അതേ, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ പദമേഖലകളിൽ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. ഖുർആനിന്റെ 36-ാം അധ്യായം 38-39 വചനങ്ങൾ. സൂര്യൻ ഇന്ന് വരെ 6:20 ഉദിക്കേണ്ടത് 6:25 6:18 കണിശമാണ് അതിന്റെ ടൈമുകൾ. ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? സുനാമികളെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഒരു 30 സെക്കൻഡ് കൊണ്ട് ബാംപ്രദേശം അടിച്ചു തകർത്തതിന്റെ പിന്നിൽ 2000 വർഷത്തിന്റെ മനുഷ്യാധ്വാനങ്ങളെ സെക്കൻഡ് കൊണ്ട് തരിപ്പണമാക്കാൻ കഴിവുള്ള സൃഷ്ടിയാരാണ്? ശാസ്ത്രം അഭൂതപൂർവമായി വളർന്നിട്ടും വൈജ്ഞാനിക സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യർ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ നിമിഷാർദ്ധങ്ങളെ കൊണ്ട് തകർത്തു തരിപ്പണമാക്കുന്ന ഭൂമിയുടെ വിള്ളലുകൾ സൃഷ്ടിക്കുന്നവനാര്? അതേ, വിശുദ്ധ ഖുർആൻ പറയുന്നത് ലോകത്തിന്റെ സിട്ടാവ് എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, എന്റെ പ്രിയപ്പെട്ട മാധ്യമം പ്രവർത്തകരെ, ജീവിച്ച് ജന്തുക്കളെ പോലെ തിന്നും കുടിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ജീവിച്ച് മരിച്ചു പോകുന്നവരെ, ഈ സിട്ടി പ്രപഞ്ചത്തെ കണ്ടിട്ട് ഇതിന്റെ പിന്നിൽ ഒരു സിട്ടാവില്ലെന്ന് പറയാൻ കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളും മലക്കുകളും ജിന്നുകളും അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടികൾ മുഴുവനും ആരാധിക്കപ്പെടുന്നിടത്തുനിന്ന് يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم خلقا من بعد خلق في ظلمات ثلاث ذلكم الله ربكم. മനോഹരമാണ്. 35-ാം അധ്യായം 13-ാമത്തെ വചനം. രാവിലെ പകലിലും പകലിന് രാവിലും പ്രവേശിപ്പിക്കുന്നവനാര്? സൂര്യനെ ചന്ദ്രനെ എല്ലാം നിയന്ത്രിക്കുന്നവനാര്? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. അതുപോലെ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പുത്രകാമേട്ടി യാഗത്തിന്റെ ഒടുവിൽ ശൃംഗമുനി വായസ്ഥാനം നൽകി. കൈസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാക്ക്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. എത്ര വലിയ മഹാനാണ്
മുഴുവനാവട്ടെ അവർ മരണത്തിന് വിധേയമാണ്. അവർ മരിച്ചുപോയവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവുള്ളവരുമല്ല എന്ന് ഖുർആൻ 16-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നു. അപ്പൊ ആരെയാണ് ആരാധിക്കേണ്ടത്? ഒരേ ഒരു മറുപടി, ലോകത്തിന് സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ. നോക്കൂ, 10,000 കോടി നക്ഷത്രങ്ങളാണ് ഒരു നക്ഷത്ര കുടുംബത്തിലുള്ളത്. അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. പ്രകാശവർഷത്തിന്റെ ബാഹുല്യത ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നു. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ അത് നീന്തി തുടിക്കുന്നു. സൂറത്ത് യാസീൻ 40-ാമത്തെ വചനമാണ്. ഇനി പറയൂ, ആരെയാണ് നാം ആരാധിക്കേണ്ടത്? മരിച്ചു പോകുന്ന, നമ്മളെപ്പോലെ വായു ആവശ്യമുള്ള, നമ്മളെപ്പോലെ വെള്ളം ആവശ്യമുള്ള, നമ്മളെപ്പോലെ മറവിയുള്ള, നമ്മളെപ്പോലെ ക്ഷീണമുള്ള, നമ്മളെപ്പോലെ കിഡ്നി വീക്കാകുന്ന, ആന്തരിക അവയവങ്ങൾ കേടുവരുന്ന, അവസാനം മരണത്തിന് വിധേയമാകുന്ന സൃഷ്ടികളെയാണോ ആരാധിക്കേണ്ടത്? സിദ്ധാവനെയാണോ? അതുകൊണ്ട് തന്നെ സൃഷ്ടിപഠനത്തിലൂടെ നിന്നും ഇരുന്നും കിടന്നും الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എത്ര ഹൃദ്യമാണ് ഇതാ ജനങ്ങളോട് പറയാൻ. ഈ ഇരുത്തുണ്ടല്ലോ, ഈ അടക്കം ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഒന്നുണ്ട്, ഇതൊരു 9 മണി 10 മണിക്ക് ഇത് അവസാനിക്കും. ലോകം ഇന്ന് അവസാനിച്ചു കൊള്ളണമെന്നില്ല. ലോകരും നമ്മളിൽ പലരും ഒരുപക്ഷെ ഇന്ന് മരിച്ചേക്കാം. പക്ഷെ ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു വലിയ യാഥാർത്ഥ്യം, ഒരു വലിയ ലോകമുണ്ട്. 120 കോടി മനുഷ്യരുള്ള ഇന്ത്യ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമുള്ള ഇന്ത്യ, മതമറിയാത്തവരുടെ ഒരു ലോകം, മതഗ്രന്ഥങ്ങളിൽ നിന്ന് മതം പഠിച്ചിട്ടില്ലാത്തവരുടെ ലോകം, വേദങ്ങളുടെ നാട് എന്നാണ് EMS നമ്പൂതിരിപ്പാട് ഈ നാടിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ വേദത്തിൽ എന്താ ഉള്ളത്? പഠിച്ചില്ല. വേദത്തിൽ എന്താ ഉള്ളത്? അറിഞ്ഞില്ല. ഓം മസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അന്വേഷിക്കുകയാണ് സത്യത്തിലേക്ക്. ഇന്നും എത്തിപ്പെട്ടില്ല. എത്ര സന്യാസിമാർ, എത്ര ഋഷീശ്വരന്മാർ, എത്ര മഠാധിപതിമാർ അവർ ശിർക്കിലായി മരിച്ചുപോകും. ഇവിടെ അവർ ശിർക്കിലായി മരിച്ചുപോകും. ഇവിടെ ഒരു ദൗത്യമുണ്ട് നമുക്ക്. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, ഇല്ല. പക്ഷേ അവർക്ക് മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് ഈ സന്ദേശം എത്തിക്കാൻ, ജീവിതം എന്താണെന്നറിയാത്ത, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോയ ഒരു ജനപദം ഇവിടെയുണ്ട്. അവരെ ആര് രക്ഷിക്കും? അവരോടുള്ള ദൗത്യം ആര് നിർവഹിക്കും? പരസ്പരം കലഹിച്ച് കാലം കഴിച്ചു കൂട്ടിയാൽ പടച്ചവന്റെ മറുപടി പറയേണ്ടി വരും. കാലു റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂനെന്ന് ബനൂ ഇസ്രായേലുകളിലെ ആ കാലഘട്ടത്തിലെ നവോത്ഥാന സംരംഭത്തിലെ നേതൃത്വം നൽകിയ മഹാന്മാർ പറഞ്ഞ വാക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ട്. നമുക്ക് പടച്ചവനോടാണ് ബാധ്യത, റസൂലിനോടാണ്, ഈ സമൂഹത്തോടാണ്, മാനവ സമൂഹത്തോടുള്ള ഗുണകാംക്ഷയാണ്. അവിടെ നമുക്ക് ഈ ദീനിന്റെ പ്രബോധനം നിർവഹിക്കണം. ഇവിടെയുള്ള സകലമാന മതസമൂഹത്തോടും സ്നേഹത്തോടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ അവരൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. അവർക്ക് കിട്ടണം ഈ തൗഹീദ്, അവർക്ക് കിട്ടണം ഈ ഏകദൈവ വിശ്വാസം. ആരെയാണ് ആരാധിക്കേണ്ടത്? അന്തം തമഹ പ്രവിശന്തിയേ സംപുത്യമുപാസതേ തദോപുയൈവദേ യഹുസംബുദ്യാമ്രദഹ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകം ഇവിടുത്തെ ഹൈന്ദവ സഹോദരനെ നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. അതിന്റെ അർത്ഥം, സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകുമെന്നാണ്. എങ്ങനെ? സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെയാണ്. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം എഴുതിയപ്പോ ശ്രീരാമകൃഷ്ണ മഠം പുറംനാട്ടുകര തൃശൂർ എന്ന മേൽവിലാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പുസ്തകത്തിന്റെ 21-ാം അധ്യായം 148-ാമത്തെ പേജ്, ആ പേജിലെ 3-ാമത്തെ വരിയിൽ നിങ്ങൾ കാണുന്നത്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സിട്ടാവിൽ നിന്ന് കൈ കൊടുക്കണമെന്നാൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്
മുമ്പുള്ള മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളും നിങ്ങൾ ഹൈന്ദവ പണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഏകനായ ഒറ്റ ദൈവമേ ഉള്ളൂ, ഹംദം തമഹ പ്രവിശംതിയേ സംപുത്യമുപാസ്യതേ എന്ന വാചകം ലോകത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിന്റെ പൊരുളാണ്. അതുകൊണ്ട് തന്നെ ഏകം സത്ബഹുദ വിപ്രാവതന്തി എന്ന ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലം പറഞ്ഞാൽ പോരാ, ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന കൽപ്പനയും ഇവിടെ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു. ഇന്ന് കാണുന്ന മതങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. സൃഷ്ടാവ് അവതരിപ്പിച്ച ജീവിത ദർശനം, സുരക്ഷയുടെ ദർശനം, ആ ആദർശമായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. ആദമിന്റെ തറവാട്ടിലേക്ക് ലോകത്തെ നമ്മൾ തിരിച്ചു വിളിക്കുകയാണ്. വളരെ പ്രധാനമാണ് ഈ മേഖല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യം കൂടെ അനുവദിക്കപ്പെട്ട സമയത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. വളരെ പ്രധാനമാണ്. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വഴികാട്ടിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പടച്ചതമ്പുരാന്റെ ഗ്രന്ഥം ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ ഗ്രന്ഥം നമ്മെ നയിക്കുന്നത്. നോക്കൂ, പ്രവാചകൻ അല്ലമീനായി മക്കത്ത് ജീവിച്ചു, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, ബൗദ്ധൈവത്തെ വിശ്വാസമില്ലാതെ, ഒരു ചിന്മയുമില്ലാതെ. പക്ഷേ അറബ് ജനത മാറിയില്ല. അറബ് ജനത മാറിയില്ല. ഒരു നല്ല വ്യക്തി, ഒരു തെറ്റും ചെയ്യാത്തവൻ ഒരു സ്ഥലത്ത് ജീവിച്ചതുകൊണ്ട് മാത്രം സമൂഹം മാറുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് മുമ്പ് എല്ലാ ഗുണങ്ങളുടെയും ഉടമയായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഗ്രന്ഥം കിട്ടിയത് മുതൽ അത് ജനങ്ങളോട് എന്ന് പറഞ്ഞതിന് ശേഷമുണ്ടായ മാറ്റം, അറബ് ജനതയുടെ സമൂലമായ പരിവർത്തനം. ലോകത്തെത്ര ചരിത്രങ്ങൾ കഴിഞ്ഞുപോയി, എത്രയെത്ര രാഷ്ട്രങ്ങൾ കഴിഞ്ഞുപോയി, എത്രയെത്ര ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. മദ്യമുക്തമായ ഒരു രാജ്യം ഭരിക്കാൻ, പലിശമുക്തമായ ഒരു രാജ്യം ഭരിക്കാൻ, വേശ്യാലയമില്ലാത്ത ഒരു രാജ്യം ഭരിക്കാൻ, പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടാത്ത ഒരു രാജ്യം ഭരിക്കാൻ, ഭ്രൂണഹത്യയില്ലാത്ത ഒരു രാജ്യം ഭരിക്കാൻ ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാൾ അലക്സാണ്ടറിന് സാധിച്ചിട്ടില്ല, നെപ്പോളിയൻ ബോണപ്പാർട്ടിന് സാധിച്ചിട്ടില്ല, നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല, ഏരിയൽ ഷാരോന് സാധിച്ചിട്ടില്ല, ജോർജ് ഡബ്ല്യു ബുഷിന് സാധിച്ചിട്ടില്ല, കാർൽ മാർക്സിന് സാധിച്ചിട്ടില്ല. ഇന്ന് ആ പ്രമാണം അവലംബിക്കാത്ത മുസ്ലിം നാമധാരികൾക്കും സാധിച്ചിട്ടില്ല. അവിടെയാണ് ദൈവീക ഗ്രന്ഥത്തിന്റെ ബാഷ്പനികമായ ഒരു ലോകം. സമ്പൂർണ്ണമാണ് ആ ഗ്രന്ഥം. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു രാജ്യം, ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല മകൻ, ഒരു നല്ല പിതാവ്, ഒരു നല്ല ഭാര്യ, ഒരു നല്ല മരുമകൾ, ഒരു നല്ല ഉമ്മ, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ടോട്ടൽ പരിവർത്തനം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു അവരെ പരിവർത്തിപ്പിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സുരക്ഷിതത്വവും, കുട്ടികളുടെ സുരക്ഷിതത്വവും, എല്ലാവരുടെ സുരക്ഷിതത്വവും ഇസ്ലാം ഉറപ്പുവരുത്തി. ഇസ്ലാമിക രാജ്യത്താണ് പെണ്ണേറ്റവും സുരക്ഷിതയായത്. ഇസ്ലാമിക രാജ്യത്താണ് പെണ്ണിന്റെ മാറിടം മറിച്ച് അവളുടെ സൗന്ദര്യം ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കണമെന്ന് പഠിപ്പിച്ച് മാന്യത പഠിപ്പിച്ചുകൊണ്ട് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയും കുട്ടിയും 2 വയസ്സുള്ള കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇന്നത്തെ കാലഘട്ടവും വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ സുരക്ഷിതമാകുന്നത് ദൈവീക മതത്തിലൂടെയാണ്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലൂടെയാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കോഴിക്കോട് കടപ്പുറത്ത് ഈ വലിയ ഒരു ജനസഞ്ചയം ഒരു വലിയ മെസ്സേജ് വിളിച്ചു പറയുന്നുണ്ട്. ആദർശത്തിന്റെ കൂടെയാണ് ഞങ്ങൾ. കെട്ടിലും മട്ടിലുമല്ല, സ്ഥാപനത്തിലല്ല, വലിയ വലിയ പടവളപ്പുകളിലല്ല, ആദർശത്തിന്റെ കൂടെ എന്ന ഒരു തിരിച്ചറിവ് ഈ മഹാസമ്മേളനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ. ഇത് സംഘടിപ്പിക്കാൻ നമുക്കേറെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വരുന്ന ബോക്സിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ ദീനീ സംരംഭത്തിന് ലക്ഷോപലക്ഷം മനുഷ്യർക്ക് തൗഹീദും ആഖിറത്തും റിസാലത്തും പഠിപ്പിക്കുന്ന ഈ മഹാ സംഭവത്തിന്, ഈ മഹാചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലെ ഒരു വൻതുക അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽഖാദിമീനൽ ഗൈള വആഫീന അനിന്നാസ്, പരസ്യമായും രഹസ്യമായും
നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. രഹസ്യമായും പരസ്യമായും അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ഇവിടെ സംഭാവന നൽകുക. നാളെ അല്ലാഹു അത് വലുതായി ഇരട്ടിയായി നിങ്ങളുടെ പുണ്യങ്ങളുടെ പട്ടികയിൽ തരും. നമുക്കൊന്നിച്ച് മുന്നേറാം, നമുക്കൊന്നിച്ച് ജനങ്ങളെ ക്ഷണിക്കാം. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലെ ഏത് നിമിഷവും മരിച്ചു പോകും. നാട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അയൽവാസിയോട്, അന്യമതവിഭാഗക്കാരനോട് പറ, ശ്രേഷ്ഠമായ ഒരു മതം, ഒരു ദർശനം നമ്മുടെ സിട്ടാവ് അവതരിപ്പിച്ചത് ഇതാ ഞങ്ങളുടെ കൈകളിൽ എന്ന് സമർപ്പിക്കേണ്ടവർ നമ്മളാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ഒരു മുസ്ലിമും പറയരുത് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ട് ഈ ദൗത്യം അവർക്കെത്തിയില്ല എന്ന്. മതമറിയാത്തൊരു മനുഷ്യനും പറയരുത് ഈ ദൗത്യം ഞങ്ങൾക്ക് എത്തിക്കിട്ടിയില്ലെന്ന്. അതെത്തിക്കേണ്ട ചുമതല ഏറ്റെടുത്ത് ഈ കടപ്പുറത്ത് നമ്മൾ പിരിയുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.